പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ ദ സീഡ്ലിംഗ്, ഈ കവിതയുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഏതാനും ക്വസ്റ്റ്യൻസും എക്സാം മോഡൽ സ്റ്റാൻസ ബേസ്ഡ് ഒട്ടനവധി ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും, അതോടൊപ്പം തന്നെ ഈ കവിതയുടെ അപ്രീസിയേഷൻ നോട്ട്സ്, ഇവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ്. ക്വസ്റ്റ്യൻ 1, വാട്ട് ട്രിഗേർഡ് ദ സീഡ്ലിംഗ്സ് വർക്ക് ഓഫ് ലൈഫ്? കവിതയിൽ പറയുന്നു, സീഡ്ലിംഗ് അതിൻ്റെ വർക്ക് ഓഫ് ലൈഫ്, ജീവിത പ്രയാണം, വളർച്ചയുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് പുറപ്പെട്ടു, അതിൻ്റെ വർക്ക് ഓഫ് ലൈഫ് തുടങ്ങിയെന്ന്. എന്താണ് ആ വർക്ക് ഓഫ് ലൈഫ് തുടങ്ങാൻ അതിനെ ട്രിഗർ ചെയ്തത്, അതിന് പ്രചോദനമായത്, അതിനെ പ്രേരിപ്പിച്ചത്? The seedling's own inner urge and confidence to reach the light of the day triggered its work of life. സീഡ്ലിങ്ങിൻ്റെ തന്നെ ഇന്നർ ഏർജ്, ആന്തരികമായ ഒരു പ്രേരണ, അതോടൊപ്പം കോൺഫിഡൻസ് ടു റീച്ച് ദ ലൈറ്റ് ഓഫ് ഡേ, മണ്ണിൽ നിന്നും മുകളിലേക്ക് സൂര്യവെളിച്ചത്തിലേക്ക് ഉയർന്നു വരാനുള്ള അതിൻ്റെ ആത്മവിശ്വാസം, ഇതാണ് അതിനെ വർക്ക് ഓഫ് ലൈഫ് തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. ദോ ഇറ്റ് വാസ് നോട്ട് വെരി സ്ട്രോങ്, കവിതയിൽ പറയുന്നു, ഇറ്റ് വാസ് നോട്ട് റോബസ്റ്റ്. ആ സീഡ്ലിംഗ് ഒട്ടും ശക്തിയുള്ള ഒരവസ്ഥയിലായിരുന്നില്ല. എന്നിട്ടും ഇറ്റ് പ്രോമിസ് ഇറ്റ് സെൽഫ് ടു ട്രൈ ഇറ്റ്സ് ബെസ്റ്റ്, തൻ്റെ പരമാവധി ചെയ്യുമെന്നും പ്രവർത്തിക്കുമെന്നും അത് സ്വയം പ്രോമിസ് ചെയ്യുന്നു. ആൻഡ് പുഷ് ഡേ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ ഫ്രം ഇറ്റ്സ് ഡാർക്ക് ബെഡ്, അതിൻ്റെ ഭൂമിക്കടിയിലുള്ള മണ്ണിൽ നിന്നും, അതിൻ്റെ ഇരുണ്ട ബെഡിൽ നിന്നും അതൊരു ലീഫ്ലെറ്റിനെ പുറത്തേക്ക് തള്ളുന്നു. അങ്ങനെ സ്വയം സൂര്യവെളിച്ചത്തിലേക്ക് പുറപ്പെടുന്നു, അതിൻ്റെ വളർച്ചയുടെ ഘട്ടം ആരംഭിക്കുന്നു. ക്വസ്റ്റ്യൻ 2, വാട്ട് ഈസ് ഇൻസ്പയറിംഗ് അബൌട്ട് ദ സീഡ്ലിംഗ്സ് ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്? സീഡ്ലിംഗിൻ്റെ ജീവിതത്തോടുള്ള മനോഭാവം, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമുക്ക് പ്രചോദനമാകുന്നത്? ദ സീഡ്ലിംഗ് ഈസ് സ്മോൾ ആൻഡ് വീക്ക് ബട്ട് സ്റ്റിൽ ട്രൈസ് ഇറ്റ്സ് ബെസ്റ്റ് ടു ഗ്രോ, വിച്ച് ഈസ് വെരി ഇൻസ്പയറിംഗ്. സീഡ്ലിംഗ് വളരെ ചെറുതായിരുന്നു, വീക്ക്, ദുർബലവുമായിരുന്നു, എന്നിട്ടും വളരാൻ വേണ്ടി അത് അതിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നു, വിച്ച് ഈസ് വെരി ഇൻസ്പയറിംഗ്. ഇത്തരമൊരു പ്രവൃത്തി നമുക്കും പ്രചോദനമാകുന്നതാണ്. ക്വസ്റ്റ്യൻ 3, വൈ വാസ് ദ സീഡ്ലിംഗ് ഇൻ എ ഹറി ടു കം ഔട്ട് ഓഫ് ദി എർത്ത്? എന്തുകൊണ്ടാണ് സീഡ്ലിംഗ് മണ്ണിൽ നിന്ന് പുറത്തേക്ക് വരാൻ അല്പം തിടുക്കം, ഹറി കാണിച്ചത്? ദ സീഡ്ലിംഗ് ഹാഡ് എ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ടു ഗ്രോ ആൻഡ് സീ ദ ലൈറ്റ് ഓഫ് ദ ഡേ. വളരാനും മണ്ണിൽ നിന്ന് പുറത്തു വന്ന് സൂര്യവെളിച്ചം കാണാനുമൊക്കെ ശക്തമായ ഒരു ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനം സീഡ്ലിംഗിന്റെ മനസ്സിലുണ്ടായിരുന്നു. സോ ഇറ്റ് ക്വിക്ക്ലി പുഷ്ഡ് എ ലീഫ്ലെറ്റ് ഔട്ട് ഓഫ് ദ സോയിൽ ടു എക്സ്പ്ലോർ ഇറ്റ് സറൗണ്ടിങ്സ്. അതുകൊണ്ട് തന്നെ സീഡ്ലിംഗ് തൻ്റെ ഒരു ലീഫ്ലെറ്റ്, ഒരു കൊച്ചു ഇലയെ മണ്ണിൽ നിന്നും പുറത്തേക്ക് പുറന്തള്ളി, പുറം കാഴ്ചകൾ കാണാനും, ആൻഡ് ടു ഷോ ദ വേ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ പ്ലാന്റ് ടു ഗ്രോ. ആ സീഡ്ലിംഗിൻ്റെ, ആ പ്ലാന്റിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക്, ഇനി വരാനുള്ള ഇലകൾക്കും അതിൻ്റെ സ്റ്റെം, തണ്ടിനുമൊക്കെ ഒരു വഴികാട്ടിയാകാനും വേണ്ടി സീഡ്ലിംഗ് ആദ്യമായി അതിൻ്റെ ഒരു ഇലയെ പുറത്തേക്ക് തള്ളി, അങ്ങനെ മണ്ണിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള അതിൻ്റെ ഒരു ശ്രമം അല്പം ധൃതിയിൽ തന്നെ അത് ചെയ്തു. ക്വസ്റ്റ്യൻ 4, ഹൗ ഈസ് ദ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം? ഈ കവിതയിൽ പ്ലാന്റിന്റെ വളർച്ചയെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? The seedling first pushed a leaflet up into the light of day. പകൽ വെളിച്ചത്തിലേക്ക് ആദ്യം ഒരു ലീഫ്ലെറ്റിനെ സീഡ്ലിംഗ് എത്തിച്ചു. Soon its brother stem and 2 more leaflets followed. ഉടൻ തന്നെ സീഡ്ലിംഗിന്റെ ബ്രദറായ സ്റ്റെം, തണ്ടും മറ്റ് 2 ലീഫ്ലെറ്റ്സും അതേപോലെ തന്നെ മണ്ണിന് മുകളിലേക്ക് പിന്തുടർന്നു വന്നു. Without even realizing it, the seedling slowly grew into a plant with the help of the sunshine and showers. അങ്ങനെ പിന്നീട് സൂര്യപ്രകാശത്തിന്റെയും മഴയുടെയും ഒക്കെ സഹായത്താൽ സീഡ്ലിംഗ് ഒരു പ്ലാന്റായി വളർന്നു. ആ വളർച്ചയെക്കുറിച്ച് സീഡ്ലിംഗ് പോലും അറിഞ്ഞിരുന്നില്ല. ഫൈനലി ഇറ്റ് ബ്ലൂംഡ് വിത്ത് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അവസാനം ആ പ്ലാന്റ് മനോഹരമായി പുഷ്പിക്കുകയും ചെയ്തു. ക്വസ്റ്റ്യൻ 5, വാട്ട് മെസ്സേജ് ഡസ് ദ സീഡ്ലിംഗ് ഗിവ് us? സീഡ്ലിംഗ് നമുക്ക് എന്ത് മെസ്സേജാണ് നൽകുന്നത്? ദ സീഡ്ലിംഗ് ടീച്ചസ് us to work hard, be patient and never give up, even during lonely and difficult times. ഒറ്റപ്പെടുന്ന, പ്രയാസപ്പെടുന്ന അവസരങ്ങളിൽ പോലും നാം ഹാർഡ് വർക്ക് ചെയ്യണം, ക്ഷമയോടെ, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതെ, ഉപേക്ഷിക്കാതെ.
ഇഫ് വി മേക്ക് എ സ്റ്റാർട്ട് ആൻഡ് കീപ് ട്രൈങ് വിത്ത് കോൺഫിഡൻസ്, നാം ഒരു തുടക്കം കുറിച്ച് ആത്മവിശ്വാസത്തോടു കൂടി ആ അധ്വാനം തുടരുകയാണെങ്കിൽ വി വിൽ ഷുവർലി റീച്ച് അവർ ഗോൾ, നാം നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. നേച്ചർ വിൽ ഓൾസോ സപ്പോർട്ട് us along the path to progress. വിജയത്തിലേക്കുള്ള വഴിയിൽ പ്രകൃതി പോലും നമ്മെ സഹായിക്കും, സപ്പോർട്ട് ചെയ്യും. Now, read the following lines from The Seedling and answer the questions that follow. ഏതാനും എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ്. ആദ്യ 2 സ്റ്റാൻസയിലെ വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. As a quiet little seedling lay within its darksome bed, to itself it fell a talking, and this is what it said: I am not so very robust, but I will do the best I can. And the seedling, from that moment, its work of life began. Question 1. How was the seedling? Seedling സത്യത്തിൽ എങ്ങനെയായിരുന്നു? The seedling was quiet and little. വളരെ ശാന്തമായിരുന്നു, ചെറുതായിരുന്നു. Question 2. Where did the seedling lie? എവിടെയായിരുന്നു seedling കിടന്നിരുന്നത്? It lay within its darksome bed. അതിന്റെ ഇരുണ്ട ബെഡിൽ, അതായത് മണ്ണിനടിയിലായിരുന്നു അത് കിടന്നിരുന്നത്. Question 3. What does darksome bed mean? ഇവിടെ darksome bed എന്ന ഈ ഫ്രേസ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? It means the dark soil underground, away from sunlight. സൂര്യവെളിച്ചം എത്താത്ത അണ്ടർഗ്രൗണ്ടിലുള്ള ഇരുണ്ട മണ്ണാണ് ഉദ്ദേശിക്കുന്നത്. Question 4. What did the seedling do to itself? സീഡ്ലിംഗ് എന്താണ് അതിനോട് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് സ്വയം പ്രവർത്തിച്ചത്? ഇറ്റ് ടോക്ക് ടു ഇറ്റ് സെൽഫ്. അത് അതിനോട് തന്നെ സംസാരിച്ചു, സ്വയം സംസാരിച്ചു. Question 5. What did the seedling say to itself? എന്താണ് സീഡ്ലിംഗ് സ്വയം സംസാരിച്ചത്? It said, I am not so very robust, but I will do the best I can. അത് സ്വയം പറഞ്ഞത്, ഞാൻ ഒട്ടും റോബസ്റ്റ് അല്ല, ഞാൻ വീക്കാണ്, ദുർബലമാണ്, ഞാനൊരു ശക്തിയുള്ള വസ്തു ഒന്നുമല്ല. ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. എന്നിരുന്നാലും ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും, ചെയ്യും. Question 6. What does the word robust mean? എന്താണ് റോബസ്റ്റ് എന്ന പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് സ്ട്രോങ് ആൻഡ് ഹെൽത്തി. വളരെ ആരോഗ്യമുള്ള, സ്ട്രോങ് ആയ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Question 7. Was the seedling strong? സീഡ്ലിംഗ് യഥാർത്ഥത്തിൽ സ്ട്രോങ് ആയിരുന്നോ? കവിതാ വരികൾ വായിക്കുമ്പോൾ സ്വയം പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. നോ, ഇറ്റ് വാസ് നോട്ട് വെരി സ്ട്രോങ്. അതൊരിക്കലും സ്ട്രോങ് ആയിരുന്നില്ല. അത് പറയുന്നുണ്ട്, ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്. ഞാൻ ഒരിക്കലും റോബസ്റ്റ് അല്ല, സ്ട്രോങ് അല്ല എന്ന്. Question 8. What did the seedling decide to do? എന്നിട്ടും സീഡ്ലിംഗ് എന്തു ചെയ്യാനാണ് തീരുമാനിച്ചത്? ഇറ്റ് ഡിസൈഡഡ് ടു ഡു ദ ബെസ്റ്റ് ഇറ്റ് കുഡ്. അതിനെ കൊണ്ടാകുന്ന പരമാവധി അത് ശ്രമിക്കുമെന്ന് തീരുമാനിച്ചു. Question 9. What happened from that moment? ആ തീരുമാനമെടുത്ത നിമിഷം മുതൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? The seedling began its work of life. അതിന്റെ ജീവിത പ്രയാണം, അതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ, ആ പ്രവൃത്തികൾ അത് തുടക്കം കുറിച്ചു. Question 10. What is meant by its work of life began? എന്താണ് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് ദ സീഡ്ലിംഗ് സ്റ്റാർട്ടഡ് ഗ്രോയിങ് ആൻഡ് ലിവിങ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സീഡ്ലിംഗ് അതിന്റെ വളർച്ചയും ജീവിതവും തുടങ്ങി. Question 11. What poetic device is used in the line to itself it fell a talking? ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണ്? It is an example of personification, as the seedling is shown talking like a human. ഒരു മനുഷ്യനെ പോലെ സീഡ്ലിംഗ് സംസാരിക്കുന്നു എന്ന് കാണിക്കുന്ന ഈ വരിയിൽ പേഴ്സോണിഫിക്കേഷൻ എന്ന പോയറ്റിക് ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. Question 12. What is the rhyme scheme of these lines? ഈ വരികളിൽ അഥവാ സ്റ്റാൻസുകളിൽ ഉൾപ്പെടുന്ന റൈം സ്കീം ഏതാണ്? The rhyme scheme is ABCB. The second line rhymes with the fourth line. Question 13. What quality of the seedling is shown here? സീഡ്ലിംഗിന്റെ എന്ത് ഗുണം, എന്ത് ക്വാളിറ്റിയാണ് ഈ വരികളിലൂടെ പ്രകടമാക്കുന്നത്? The seedling is shown as determined and hopeful. വളരെയധികം ഡിറ്റർമിൻഡ്, മനക്കരുത്തുള്ള, തീരുമാനിച്ചുറച്ച, ആൻഡ് ഹോപ്പ്ഫുൾ, പ്രതീക്ഷയുള്ള ഒരു വസ്തുവായിട്ടാണ് സീഡ്ലിംഗ് അവതരിപ്പിക്കപ്പെടുന്നത്. Question 14. What message do we get from these lines? ഈ വരികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്?
We learn that even if we are not strong, we should try our best to grow and succeed. നാം വേണ്ടത്ര സ്ട്രോങ് അല്ല എങ്കിലും നാം കഠിനമായ അധ്വാനത്തിലൂടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങണം. അങ്ങനെയാണെങ്കിൽ നാം നമ്മുടെ പരമാവധി ചെയ്താൽ തീർച്ചയായും നാം വളർച്ചയിലെത്തും, വിജയിക്കുകയും ചെയ്യും. Again, read the following lines and answer the questions that follow. കവിതയിലെ മറ്റ് 2 സ്റ്റാൻസകളിലെ വരികൾ കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. അവ വായിച്ച് അതിനോടൊപ്പം നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. Question 1. What did the seedling push up? എന്തിനെയാണ് സീഡ്ലിംഗ് പുഷപ്പ് ചെയ്തത്, മുകളിലേക്ക് തള്ളിയത്? It pushed up a little leaflet. ഒരു കൊച്ചു ലീഫ്ലെറ്റിനെയാണത് പുഷപ്പ് ചെയ്തത്. Then question 2. Where did the leaflet come up? എങ്ങോട്ടേക്കാണ് ലീഫ്ലെറ്റ് ഉയർന്നു വന്നത്? It came up into the light of day. പകൽ വെളിച്ചത്തിലേക്കാണ് അത് ഉയർന്നു വന്നത്. Question 3. Why did the leaflet come up? എന്തിനു വേണ്ടിയിട്ടാണ് ലീഫ്ലെറ്റ് മുകളിലേക്ക് ഉയർന്നു വന്നത്? To examine the surroundings and show the rest the way. മുകളിലേക്ക് അതിന്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ലീഫ്ലെറ്റ് വന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഇനി വരാനുള്ള ഇലകൾക്കും സ്റ്റെമ്മിനുമൊക്കെ വഴി കാണിക്കാനും വേണ്ടിയിട്ട്. Question 4. What does the word surroundings mean? Surroundings എന്ന പദം കൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? It means that the area above the soil level where the seedling will grow up. ഇനി സീഡ്ലിംഗ് വളർന്നു വരേണ്ടതായിട്ടുള്ള മണ്ണിന് മുകളിലുള്ള ആ ഏരിയ, ആ പ്രദേശത്തെയാണ് സറൗണ്ടിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Question 5. What does the phrase show the rest the way mean? Show the rest the way, മറ്റുള്ളവർക്ക് വഴി കാണിക്കുക എന്നർത്ഥം വരുന്ന ഈ ഫ്രേസ് കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്? It means to lead and help the other leaflets to come up too. മറ്റ് ഇലകളെയും മണ്ണിന് മുകളിലേക്ക് ഉയർന്നു വരാൻ അവരെ ലീഡ് ചെയ്യുക, അവർക്കൊരു മാർഗം കാണിച്ചു കൊടുക്കുക, അതിന് സഹായിക്കുക എന്നതാണ് ഈ ഫ്രേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. Question 6. Did the leaflet like what it saw? ലീഫ്ലെറ്റ് മണ്ണിന് മുകളിൽ കണ്ടത് അതിന് ഇഷ്ടമായോ, അതിന് ഇഷ്ടപ്പെട്ടുവോ? Yes, the leaflet liked the prospect. Prospect, the outer view. പുറം കാഴ്ചകൾ. മണ്ണിന് മുകളിലേക്ക് ലീഫ്ലെറ്റ് ഉയർന്നു വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകളെല്ലാം തന്നെ ലീഫ്ലെറ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. Question 7. What does prospect mean here? എന്താണ് പ്രോസ്പെക്ട് എന്ന ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? It means the view outside or the surroundings. മണ്ണിന് മുകളിലുള്ള കാഴ്ചകൾ, ആ ചെടി വളരേണ്ട അതിന്റെ ചുറ്റുപാടുകൾ, ഇതൊക്കെയാണ് പ്രോസ്പെക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Question 8. Whom did the leaflet call after liking the prospect? പ്രോസ്പെക്ട് പുറം കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടതിന് ശേഷം ലീഫ്ലെറ്റ് ആരെയാണ് വിളിച്ചത്? It called its brother stem. ആ സീഡ്ലിംഗിന്റെ തണ്ട്, അതിന്റെ സ്റ്റെമ്മിനെയാണ്, അതൊരു ബ്രദർ എന്ന രൂപത്തിലാണ് കവിതയിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ലീഫ്ലെറ്റിന്റെ ബ്രദറായ സ്റ്റെമ്മിനെയാണ് ആദ്യം അത് വിളിച്ചത്. Question 9. Who heard the leaflet calling? ലീഫ്ലെറ്റ് വിളിച്ചത് ആരൊക്കെയാണ് കേട്ടത്? Two other leaflets heard it. മറ്റ് 2 ഇലകൾ കൂടെ ആദ്യ ഇലയുടെ വിളി കേട്ടു. Question 10. What did the 2 other leaflets do? മറ്റ് 2 ലീഫ്ലെറ്റ്സ് എന്താണ് ചെയ്തത്? They quickly followed the leading leaflet and the stem. ലീഡ് ചെയ്യുന്ന ആദ്യത്തെ ലീഫ്ലെറ്റിനെയും പിന്നെ സ്റ്റെമ്മിനെയും പിന്തുടർന്ന് അവർ മുകളിലേക്ക് വന്നു. Question 11. What quality of the leaflet is shown here? ലീഫ്ലെറ്റിന്റെ എന്ത് ഗുണത്തെയാണ് ഈ വരികളിലൂടെ പ്രകടമാക്കുന്നത്? അതിന്റെ എന്ത് ക്വാളിറ്റിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? The leaflet is shown as brave, hard working and supportive. വളരെ ധീരമാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന സപ്പോർട്ടീവുമാണ് ആദ്യ ലീഫ്ലെറ്റ്. Question 12. What do this line? Then 2 other leaflets heard it and quickly followed them suggest. ഈ 2 വരികൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? Then 2 other leaflets heard it. പിന്നീട് 2 ലീഫ്ലെറ്റ്സ് ആദ്യ ലീഫ്ലെറ്റിന്റെ വിളി കേട്ടു. And quickly followed them. എന്നിട്ട് സ്റ്റെമ്മിനെയും ആദ്യത്തെ ലീഫ്ലെറ്റിനെയും അവരും പിന്തുടർന്നു എന്നർത്ഥം വരുന്ന ഈ വരികൾ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്?
It suggests that when one takes the first step, others get encouraged to follow. ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരാൾ ആദ്യ സ്റ്റെപ്പ് എടുത്താൽ മറ്റുള്ളവർക്കും അതേപോലെ പിന്തുടരാനുള്ള എൻകറേജ്മെന്റ് ലഭിക്കുന്നു, പ്രചോദനം ലഭിക്കുന്നു എന്ന ഒരാശയമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. Question 13. What poetic device is used in call its brother stem? ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണ്? It is personification, as the leaflet and stem are shown talking like humans. മനുഷ്യരെ പോലെ ലീഫ്ലെറ്റും സ്റ്റെമും ഒക്കെ സംസാരിക്കുന്നു, കേൾക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പേഴ്സോണിഫിക്കേഷൻ എന്ന പോയറ്റിക് ഡിവൈസിന്റെ ഉദാഹരണമാണ്. Question 14. What is the tone of lines in these stanzas? ഈ സ്റ്റാൻസകളിൽ വരുന്ന വരികളുടെ ടോൺ എന്താണ്? The tone is hopeful and encouraging. തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന, പ്രചോദനമേകുന്ന വരികളാണിവ. Question 15. What message do lines in this stanza convey? ഈ സ്റ്റാൻസകളിലുള്ള വരികൾ എന്ത് മെസ്സേജാണ് നമുക്ക് നൽകുന്നത്? The lines convey the message of courage, leadership and teamwork. ധീരതയുടെയും ലീഡർഷിപ്പ്, നേതൃത്വ ഗുണത്തിന്റെയും ആൻഡ് ടീം വർക്ക്, ഇതിന്റെയൊക്കെ സന്ദേശമാണ് ഈ വരികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. Question 16. What shows that the leaflet was a good leader? ലീഫ്ലെറ്റ് യഥാർത്ഥത്തിൽ ഒരു ഗുഡ് ലീഡർ ആയിരുന്നു എന്ന് എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? ഏത് ആശയത്തിൽ നിന്നാണ്, ഏത് പ്രവൃത്തിയിൽ നിന്നാണ് നമുക്ക് ലീഫ്ലെറ്റ് ഒരു ഗുഡ് ലീഡർ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇറ്റ് കെയിം അപ്പ് ഫസ്റ്റ്. ലീഫ്ലെറ്റ് ആദ്യം പുറത്തേക്ക് വന്നു. എക്സാമിൻ ദ സറൗണ്ടിങ്സ്, എന്നിട്ട് ചുറ്റുപാടുകളും പരിശോധിച്ചു. ആൻഡ് ഗൈഡഡ് ദ സ്റ്റെം ആൻഡ് അതർ ലീഫ്ലെറ്റ്സ്. അങ്ങനെയാണ് മറ്റ് ലീഫ്ലെറ്റ്സിനെയും അതോടൊപ്പം തന്നെ സ്റ്റെമ്മിനെയും വഴികാട്ടി അത് നയിച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. Again, read the following lines and answer the questions that follow. വീണ്ടും മറ്റ് രണ്ട് സ്റ്റാൻസകളിലെ വരികൾ കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. To be sure, the haste and hurry made the seedling sweat and pant, but almost before it knew it, it found itself a plant. The sunshine poured upon it, and the clouds they gave a shower, and the little plant kept growing till it found itself a flower. Question 1. What made the seedling sweat and pant? സീഡ്ലിങ്ങിനെ എന്താണ് സ്വെറ്റ് ആൻഡ് പാൻറ്, അധ്വാനിച്ച് വിയർക്കേണ്ടയും കിതക്കേണ്ടയും ഒക്കെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചത്? ദ ഹേസ്റ്റ് ആൻഡ് ഹറി മേഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പ്ലാന്റ്. തന്റെ വളർച്ചയുടെ പ്രവൃത്തിയിൽ അതെടുത്ത ഹേസ്റ്റ് ആൻഡ് ഹറി, തിടുക്കം, ധൃതി, കഠിനമായ അധ്വാനം, വളരെ വേഗത്തിലുള്ള പ്രവൃത്തി, ഇതൊക്കെയാണ് സ്വെറ്റ് ആൻഡ് പാൻറ്റിലേക്ക് സീഡ്ലിങ്ങിനെ നയിച്ചത്. Question 2. What do the words sweat and pant mean here? എന്താണ് ഈ വാക്കുകൾ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്? They mean the seedling worked hard and struggled quickly to come out to the sunlight and to grow. സൂര്യപ്രകാശത്തിലേക്ക് ഉയർന്നു വരാനും വളരാനും ഒക്കെ സീഡ്ലിംഗ് ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് പ്രയാസപ്പെട്ടു. ആ അധ്വാനവും പ്രയാസവും എല്ലാം തന്നെ ഹാർഡായിരുന്നു, ക്വിക്കായിരുന്നു എന്നൊക്കെയാണ് ഈ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Question 9. What helped the plant grow? പ്ലാന്റിന് വളരാൻ എന്താണ് സഹായിച്ചത്? The sunshine and the showers from the clouds helped the plant grow. സൂര്യപ്രകാശവും ഷവേഴ്സ് ഫ്രോം ദ ക്ലൗഡ്സ്, മഴമേഘങ്ങൾ നൽകിയ മഴയുമൊക്കെയാണ് പ്ലാന്റിന് വളരാൻ സഹായിച്ചത്. Question 10. What poetic device is used in sweat and pant? Sweat and pant എന്ന ഈ ഫ്രേസിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണ്? It is an example of personification, as plants cannot really sweat and pant like humans. മനുഷ്യരെ പോലെ വിയർക്കാനും കിതക്കാനുമൊന്നും ഒരു പ്ലാന്റിനാകില്ല. എന്നാൽ പ്ലാന്റ് അത് ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും പേഴ്സോണിഫിക്കേഷൻ എന്ന പോയറ്റിക് ഡിവൈസിന്റെ ഉദാഹരണമാണത്. Question 11. What message do these lines convey? ഈ വരികൾ നൽകുന്ന മെസ്സേജ് എന്താണ്? These lines teach us that if we are ready to persevere and take the first step on the path to progress, even nature will support us and lead us toward growth and success. ഈ വരികൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നാം അധ്വാനിക്കാൻ തയ്യാറാവുകയാണെങ്കിലും
അധ്വാനത്തിന്റെ പാതയിലേക്ക്, ലക്ഷ്യപാതയിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് നാം എടുക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും പ്രകൃതി പോലും നമ്മെ സഹായിക്കും, സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നാം വിജയത്തിലേക്കും വളർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരും. Question 12. How does the seedling's journey end? സീഡ്ലിങ്ങിന്റെ വളർച്ചയുടെ ഈ യാത്ര എവിടെയാണ് അവസാനിക്കുന്നത്, എങ്ങനെയാണ് അവസാനിക്കുന്നത്? The seedling's journey ends when it finally succeeds in its efforts. തന്റെ അധ്വാനത്തിൽ അത് വിജയിക്കുന്നതോടുകൂടിയാണ് സീഡ്ലിങ്സിന്റെ ആ ജേണി അവസാനിക്കുന്നത്. And finds a beautiful flower. അതിന്റെ ലക്ഷ്യമായിരുന്ന മനോഹരമായ ഒരു പൂവ് അത് കണ്ടെത്തുന്നു. അതായത് പ്ലാന്റ് വളർന്ന് അതിന്റെ വളർച്ച പൂർത്തീകരണത്തിൽ അത് പുഷ്പിക്കുന്നതോടുകൂടിയാണ് അതിന്റെ വിജയത്തിലേക്കുള്ള, വളർച്ചയിലേക്കുള്ള ആ യാത്ര അവസാനിക്കുന്നത്. Question 13. What does this growth from seedling to flower symbolize? സീഡ്ലിങ്ങിന്റെ വളർച്ച ടു ഫ്ലവർ, പുഷ്പിക്കുന്നത് വരെ ഉള്ള ഈ വളർച്ച എന്താണ് സിംബലൈസ് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത്? It symbolizes the journey towards success through struggles, hard work and determination. ഉറച്ച മനക്കരുത്തോടുകൂടി, കഠിനാധ്വാനത്തോടുകൂടി ഒരുപാട് പ്രയാസങ്ങളെ തരണം ചെയ്ത് നാം വിജയത്തിലേക്ക് എത്തും എന്നുള്ളതാണ് സീഡ്ലിങ്ങിന്റെ ഈ യാത്രയും സിംബലൈസ് ചെയ്യുന്നത്. Question 14. The seedling's growth to a plant was a quick process which line suggests it. സീഡ്ലിങ്ങിൽ നിന്ന് ഒരു പ്ലാന്റിലേക്കുള്ള വളർച്ച വളരെ ക്വിക്ക് പ്രോസസ് ആയിരുന്നു, പൊടുന്നനെയുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. ഏത് വരികളാണ് ഇത് സൂചിപ്പിക്കുന്നത്? The lines, but almost before it knew it, it found itself a plant, suggests that the seedling's growth happened so quickly even before it realized it. സീഡ്ലിംഗ് പോലും തിരിച്ചറിയും മുമ്പ് അതൊരു പ്ലാന്റായി വളർന്നു എന്നർത്ഥം വരുന്ന ഈ രണ്ട് വരികളാണ് സീഡ്ലിങ്ങിന്റെ വളർച്ചാ പ്രോസസ് വളരെ ക്വിക്കായിരുന്നു, വളരെ പൊടുന്നനെ സംഭവിച്ച കാര്യമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത്. Question 15. What does the phrase haste and hurry suggest about the seedling's experience? സീഡ്ലിങ്ങിന്റെ അനുഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹേസ്റ്റ് ആൻഡ് ഹറി എന്ന ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ ഫ്രേസ് എന്താണ് സൂചിപ്പിക്കുന്നത്? Though the seedling's growth seemed quick, it was the result of constant and tireless effort. സീഡ്ലിങ്ങിന്റെ വളർച്ച വളരെ ക്വിക്കായിരുന്നെങ്കിലും അതിന് പിന്നിൽ വളരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള, സ്ഥിരമായിട്ട് ഒരു മാറ്റവും മുടക്കവും വരുത്താതെയുള്ള ടയർലെസ് എഫേർട്ട്, അക്ഷീണമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഹേസ്റ്റ് ആൻഡ് ഹറി എന്ന ഫ്രേസ് കാണിക്കുന്നത്. Question 16. Pick out examples of alliterations from these lines. ഈ വരികളിൽ നിന്നും അലിറ്ററേഷൻ എന്ന പോയറ്റിക് ഡിവൈസിന് ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ഹേസ്റ്റ് ആൻഡ് ഹറി, സീഡ്ലിംഗ് സ്വെറ്റ്, ഇവയിലെല്ലാം തന്നെ അലിറ്ററേഷൻ കാണാം. ആദ്യ ഫ്രേസിൽ ഹേസ്റ്റ് ആൻഡ് ഹറി ഹ് സൗണ്ടുകളും സീഡ്ലിംഗ് സ്വെറ്റ് സ് സൗണ്ടുകളും ആവർത്തിക്കപ്പെടുന്നു. Question 17. Identify instance of visual imagery from these lines. ഈ വരികളിൽ നിന്നും വിഷ്വൽ ഇമേജറിയുടെ ഇൻസ്റ്റൻസസ്, എക്സാമ്പിൾസ് കണ്ടെത്തുക. The sunshine poured upon it, a visual image of sunlight falling on the plant. ആ ചെടിയുടെ മുകളിലേക്ക് സൂര്യവെളിച്ചം വീഴുന്ന ആ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് ഭാവനയിൽ കാണാവുന്നതാണ്. അത് വിഷ്വൽ ഇമേജ് ആണ്. The clouds, they give a shower. It creates a picture of clouds showering rain. മഴമേഘങ്ങൾ മഴയായി വർഷിക്കുന്ന മനോഹരമായ ഒരു ചിത്രവും ഈ വരികളിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. Then till it found itself a flower. ഈ വരിയിൽ നിന്നും a beautiful picture of the plant blooming with a flower. പ്ലാന്റ് വളരെ മനോഹരമായി പുഷ്പിച്ചു നിൽക്കുന്ന ചിത്രവും നമുക്ക് ഭാവനയിൽ കാണാവുന്നതാണ്. ഇതെല്ലാം തന്നെ വിഷ്വൽ ഇമേജറിയുടെ ഇൻസ്റ്റൻസസ്, എക്സാമ്പിൾസ് ആകുന്നു. Question 18. What does the expression flower symbolize? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലവർ എന്ന പദം എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്? The expression flower symbolizes success, achievement, and the final stage of growth after hard work and struggles. It represents the reward one gets after continuous effort. നാം സ്ഥിരമായി അധ്വാനിച്ച് നേടുന്ന ഒരു റിവാർഡ്, നമ്മുടെ ഒരു ഫലം, കഠിനാധ്വാനത്തിന്റെയും പ്രയാസങ്ങളുടെയും ഒക്കെ അവസാനം നാം എത്തിച്ചേരുന്ന നമ്മുടെ ലക്ഷ്യം, വിജയം, നേട്ടം, ഇതൊക്കെയാണ് ഫ്ലവർ എന്ന എക്സ്പ്രഷൻ സിംബലൈസ് ചെയ്യുന്നത്.
Question 19. Find out an example of symbolism from these lines. ഈ സ്റ്റാൻസ വരികളിൽ നിന്നും സിംബലിസം എന്ന പോയറ്റിക് ഡിവൈസിന്റെ ഒരു ഉദാഹരണം കാണുക. The use of flower to mean success and achievement is an example of symbolism. Success, achievement എന്നീ അർത്ഥത്തിൽ ഫ്ലവർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് സിംബലിസം എന്ന പോയറ്റിക് ഡിവൈസിന്റെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. Now again read the following lines and answer the questions that follow. കവിതയിലെ അവസാന 2 സ്റ്റാൻസകളിൽ ഉൾപ്പെടുന്ന വരികൾ കൂടെ വായിക്കുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. Little fox, be like the seedling. Always do the best you can. Every child must share life's labor just as well as every man. And the sun and showers will help you through the lonesome struggling hours, till you rise to light and beauty, virtue's fair unfading flowers. Question 1. Whom does the poet address as little fox? Little fox എന്ന് കവി ആരെയാണ് വിളിക്കുന്നത്? The poet addresses children as little fox. കുട്ടികളെയാണ് little fox എന്ന് വിളിക്കുന്നത്. Question 2. What advice does the poet give to the little fox? കുട്ടികൾക്ക് കവി നൽകുന്ന ഉപദേശം എന്താണ്? The poet advises them to be like the seedling and always do their best. കുട്ടികൾ സീഡ്ലിങ്ങിനെ പോലെയാവുക. അവരുടെ പരമാവധി അവർ അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക. Question 3. What must every child share? ഓരോ കുട്ടിയും എന്താണ് ഷെയർ ചെയ്യേണ്ടത്? Every child must share life's labor. ജീവിതത്തിൽ അധ്വാനം, ജീവിതം ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കഷ്ടപ്പാടുകൾ എല്ലാ കുട്ടികളും അതിലേർപ്പെടണം, അത് ഷെയർ ചെയ്യണം. ലേബർ, അധ്വാനം. Question 4. What is the point to compare the children to? കവി കുട്ടികളെ എന്തിനോടാണ് ഉപമിക്കുന്നത്, കമ്പയർ ചെയ്യുന്നത്? The poet compares them to a seedling. കുട്ടികളെ ഒരു സീഡ്ലിംഗുമായിട്ടാണ് കവി കമ്പയർ ചെയ്യുന്നത്. Question 5. How must every child share life's labor? ജീവിതത്തിൽ അധ്വാനം ഏത് രീതിയിലാണ് ഓരോ കുട്ടിയും ഷെയർ ചെയ്യേണ്ടത്? Every child must share life's labor just as well as every man does. ഓരോ മുതിർന്ന വ്യക്തിയും ചെയ്യുന്ന അതേ അധ്വാനം ഓരോ കുട്ടിയും ഷെയർ ചെയ്യണം എന്നാണ് കവി പറയുന്നത്. Question 6. What will help the children through difficult times? പ്രയാസഘട്ടങ്ങളിൽ കുട്ടികളെ ആരാണ് അല്ലെങ്കിൽ എന്താണ് സഹായിക്കുക? The sun and showers will help them. കവിതയിൽ പറയുന്നു, സൂര്യനും മഴയുമെല്ലാം കുട്ടികളെ സഹായിക്കും. അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ, നാം ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചാൽ, നമ്മുടെ പരിസരവും പ്രകൃതി തന്നെയും നമ്മെ സഹായിക്കും. Question 7. What do sun and showers symbolize? Sun and showers എന്നീ 2 നേച്ചർ ഫോഴ്സ്, പ്രകൃതിയിലെ എലിമെന്റ്സ്, എന്താണ് അവ സൂചിപ്പിക്കുന്നത്? They symbolize the support and help one receives in life from nature and society. പ്രകൃതിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിത അധ്വാനത്തിൽ ലഭിക്കുന്ന സപ്പോർട്ട്, ഹെൽപ്പ്, ഇതൊക്കെയാണ് സൺ ആൻഡ് ഷവേഴ്സ് എന്നീ വാക്കുകൾ കൊണ്ട് സിംബലൈസ് ചെയ്യപ്പെടുന്നത്. Question 8. What do lonesome struggling hours mean? Moments of loneliness and hardship in life. Lonesome struggling hours. ഒറ്റപ്പെടുന്ന, പ്രയാസപ്പെടുന്ന മണിക്കൂറുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ ലോൺലിനെസ്, ഏകാന്തതയും, ആൻഡ് ഹാർഡ്ഷിപ്പ്, പ്രയാസങ്ങളുമാണ്. Question 9. What will happen after lonesome struggling hours? ഇത്തരം ഒറ്റപ്പെടൽ, അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പാടുകളിലൂടെ നീങ്ങുന്ന നമ്മുടെ സമയം, മണിക്കൂറുകൾ, ഇതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? The children will rise to light and beauty. ജീവിതത്തിൽ ലൈറ്റ് ആൻഡ് ബ്യൂട്ടി, പ്രകാശപൂരിതമായ മനോഹരമായ അവരുടെ ലക്ഷ്യത്തിലേക്ക്, വിജയത്തിലേക്ക് അവരെത്തും എന്നാണ് കവി പറയുന്നത്. Question 10. What does virtue's fair unfading flowers mean? കവിതയിൽ പറയുന്ന virtue's fair unfading flowers എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? It means good character and moral values that stay beautiful and never fade.
ഒരിക്കലും മങ്ങാത്ത മനോഹരമായി നിലനിൽക്കുന്ന നമ്മുടെ മോറൽ വാല്യൂസ്, ധാർമ്മിക മൂല്യങ്ങൾ ആൻഡ് ഗുഡ് ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം, ഇതൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then question 11, what is the message of these lines? ഈ വരികളുടെ മെസ്സേജ് എന്താണ്? The lines encourage children to work hard, be good and stay hopeful. കുട്ടികൾ വർക്ക് ഹാർഡ്, കഠിനമായി അധ്വാനിക്കാനും, ബി ഗുഡ്, നല്ല സ്വഭാവം വെച്ചു പുലർത്താനും, ആൻഡ് സ്റ്റേ ഹോപ്പ്ഫുൾ, പ്രതീക്ഷയോടെ കാര്യങ്ങളെ സമീപിക്കാനും ഒക്കെയാണ് കുട്ടികൾക്ക് ഈ വരികളിലൂടെ ലഭിക്കുന്ന മെസ്സേജ്. ആസ് ഹാർഡ് വർക്ക് ആൻഡ് ഗുഡ് ക്യാരക്ടർ വിൽ ലീഡ് ടു സക്സസ്, കഠിനാധ്വാനവും ഗുഡ് ക്യാരക്ടർ, മോറൽ വാല്യൂസ് ഓർ സ്വഭാവം, ഇതെല്ലാം തന്നെ ജീവിതത്തിൽ വിജയത്തിലേക്ക് നയിക്കും എന്നുമാണ് ഈ വരികൾ നൽകുന്ന സന്ദേശം. Question 12. What poetic device is used in the line, a little fox, be like the seedling? Little fox, be like the seedling. കുട്ടികളെ നിങ്ങൾ സീഡ്ലിംഗ് പോലെയാവുക എന്ന് പറയുന്ന ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന poetic device ഏതാണ്? It is a simile, as it compares children to a seedling using like. Question 13. What poetic device is seen in the phrase sun and showers? Sun and showers എന്നതിൽ നമുക്ക് ദർശിക്കാനാകുന്ന, കാണാൻ പറ്റുന്ന poetic device ഏതാണ്? Symbolism is used here, as sun and showers are shown as resources and supports to grow to success. വിജയത്തിലേക്ക് വളരാനുള്ള സപ്പോർട്ട് ആൻഡ് റിസോഴ്സസ്, അതിനുള്ള വിഭവങ്ങൾ, ഇതൊക്കെയാണ് സൺ ആൻഡ് ഷവേഴ്സ് അർത്ഥമാക്കുന്നത്. സ്വാഭാവികമായിട്ടും സൺ ആൻഡ് ഷവേഴ്സ് എന്നുള്ള ഈ ഫ്രേസിന്റെ സിമ്പിളാണ്, സിമ്പിൾ ഓഫ് റിസോഴ്സസ് ആൻഡ് സപ്പോർട്ട്. സിംബലിസം ഈസ് യൂസ്ഡ് ഹിയർ, അതുകൊണ്ട് സിംബലിസം എന്ന പോയറ്റിക് ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Question 14. What do the expression virtues fair and fading flowers mean? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? It means success in life, beautiful and lasting goodness in life. ജീവിത വിജയം, അതോടൊപ്പം തന്നെ ജീവിതത്തിലെ മനോഹരമായ എന്നത് നിലനിൽക്കുന്ന ഗുഡ്നസ്, മോറൽ വാല്യൂസ്, ഗുഡ് ക്യാരക്ടർ, ഗുഡ്നസ്, സൽഗുണം, ഇതൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Now there are two activities given in the textbook related to preparing an appreciation of the poem. Let's appreciate. Question 1. Activity 1, question 1. How does the poem relate to the challenges of life? ജീവിതത്തിലെ വെല്ലുവിളികളുമായിട്ട് ഈ കവിത എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? The poem relates the challenges of life to the struggles the seedling takes to grow. വളരാൻ വേണ്ടി സീഡ്ലിംഗ് എടുക്കുന്ന സ്ട്രഗിൾസ്, പ്രയാസങ്ങൾ, അത് തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളും. നാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടും. വളരാൻ വേണ്ടി സീഡ്ലിംഗ് എടുത്ത എഫേർട്സ് പോലെ നാം അധ്വാനിച്ചാൽ തീർച്ചയായും വിജയമുണ്ടാകും. Question 2. What does the poem tell us about the importance of self-motivation to achieve success? ജീവിതത്തിൽ വിജയം നേടാൻ സെൽഫ് മോട്ടിവേഷൻ, നമുക്ക് സ്വയം തോന്നേണ്ട ഒരു പ്രചോദനമുണ്ട്. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കവിത എന്താണ് പറയുന്നത്? The poem shows that self-motivation is the first step to success. വിജയത്തിലേക്ക് ആദ്യപടി, നാം ഒരു ലക്ഷ്യം വെച്ച് ആ വിജയത്തിലേക്ക് എത്താനുള്ള ആദ്യ സ്റ്റെപ്പ് എന്നുള്ളത് നമുക്കുണ്ടാകേണ്ട ഒരു ആത്മവിശ്വാസവും അതേപോലെ തന്നെ സെൽഫ് മോട്ടിവേഷൻ, നമ്മുടെ മനസ്സിൽ തോന്നേണ്ട, സ്വയം തോന്നേണ്ട ഒരു പ്രചോദനവുമാണ്. The seedling feels an inner urge to grow. വളരാൻ സീഡ്ലിങ്ങിന് അതിൻ്റെ ഉള്ളിൽ ഒരു പ്രചോദനമുണ്ടായി, ഒരു ഏർജ്, ഒരു ഉൾവിളി. Even though it is small and weak, ആ സീഡ്ലിംഗ് വളരെ ചെറുതും ദുർബലവുമായിരുന്നു, എന്നിട്ടും അതിന് വളരണം എന്നുള്ള ഒരു പ്രചോദനം അതിൻ്റെ മനസ്സിൽ തോന്നിയതാണ് അധ്വാനത്തിലേക്കും അവസാനം പുഷ്പിക്കും വരെ വളരാനുള്ള ആ പ്രയത്നത്തിലേക്കും അതിനെ പ്രേരിപ്പിച്ചത്. Now identify the poetic devices in the poem and complete the table given below. ഈ ടേബിൾ പൂർത്തീകരിക്കുക. ഇവിടെ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട 1-2 poetic ഡിവൈസിന്റെ എക്സാമ്പിൾസ് ഈ ടേബിളിൽ എഴുതുക. poetic devices. ആദ്യം ഇമേജറി. നമുക്ക് ഈ കവിതയിൽ വിഷ്വൽ ഇമേജുകളും ഓഡിറ്ററി ഇമേജുകളും കാണാവുന്നതാണ്. Examples from the poem.
വിഷ്വൽ ഇമേജ് എക്സാമ്പിൾസ് ലീഫ്ലെറ്റ്, സ്റ്റെം, ഫ്ലവർ എറ്റ്സെട്ര. ഇതൊക്കെ നമുക്ക് കവിത വായിക്കുമ്പോൾ നമ്മുടെ മനോമുഖരത്തിൽ തെളിയുന്നു. ഓഡിറ്ററി ഇമേജായി ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാവുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു. സീഡ്ലിംഗ് ടോക്കിംഗ് ടു ഇറ്റ് സെൽഫ്. സീഡ്ലിംഗ് അതിനോട് തന്നെ സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന വാക്കുകൾ, അതുപോലെ തന്നെ അതിൻ്റെ വിളി, സ്റ്റെം ആൻഡ് അതർ ലീഫ്ലെറ്റ്സ് കേൾക്കുന്നത്, ഇതൊക്കെ പരാമർശിക്കുമ്പോൾ നമുക്കും ആ കേൾവിയുടേതായ ചിത്രങ്ങൾ അനുഭവപ്പെടുന്നു. കവിതയിൽ ക്രിയേറ്റ് വിവിഡ് ഇമേജസ് ഓഫ് ഒപ്റ്റിമിസ്റ്റിക് എക്സ്പ്രഷൻ. ഇത്തരം ഇമേജറി കവിതയിൽ മനോഹരമായ ചിത്രങ്ങൾ തീർക്കുന്നു. നമുക്ക് ശുഭാപ്തി വിശ്വാസം പകരുന്ന, പ്രതീക്ഷകൾ നൽകുന്ന അനുഭവങ്ങളും ചിത്രങ്ങളുമായി അത് മനോമുഖരത്തിൽ തെളിയുന്നു. ദെൻ ആലിറ്ററേഷൻ, ഹേസ്റ്റ് ആൻഡ് ഹറി. ആലിറ്ററേഷന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ്. ഹേസ്റ്റ് ആൻഡ് ഹറി, ഈ പ്രയോഗത്തിൽ, ഈ ഫ്രേസിൽ ഹ് സൗണ്ടുകൾ ആവർത്തിച്ചിരിക്കുന്നു. സീഡ്ലിംഗ്, സ്വെറ്റ്, സ് സൗണ്ടുകളുടെ ആവർത്തനവും അലിറ്ററേഷൻ തീർക്കുന്നു. ഇത്തരം അലിറ്ററേഷൻ ആഡ്സ് റിത്മിക് ബ്യൂട്ടി ടു ദ പോം. കവിതയ്ക്ക് താളഭംഗി നൽകുന്നു. ദെൻ റൈം സ്കീം ഓഫ് ദ പോം, ABCB. സെക്കൻഡ് ആൻഡ് ഫോർത്ത് ലൈൻസ് റൈം. ആഡ്സ് മ്യൂസിക്കൽ അപ്പീൽ ഓഫ് ദ പോം. കവിതയ്ക്ക് സംഗീതാത്മകമായിട്ടുള്ള റിത്മിക് ബ്യൂട്ടിയോടൊപ്പം തന്നെ മ്യൂസിക്കൽ അപ്പീലും റൈം സ്കീം, അതുപോലെ തന്നെ അലിറ്ററേഷൻ ഒക്കെ നൽകുന്നു. Activity 3. Now write an appreciation of the poem The Seedling, focusing on its theme and tone and analyzing the use of poetic devices. ഇനി ദ സീഡ്ലിംഗ് എന്ന കവിതയുടെ ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കുക. പ്രത്യേകിച്ച് കവിതയുടെ തീം, ടോൺ, ഇതിനൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട്, അതോടൊപ്പം തന്നെ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസ് അനലൈസ് ചെയ്തുകൊണ്ടും. ഒരു അപ്രീസിയേഷൻ നോട്ട് തയ്യാറാക്കുന്നതിന്റെ ഒരു ഫോമാറ്റ്, ഒരു മാതൃകയായി ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം അനുയോജ്യമായ ഒരു ടൈറ്റിൽ നൽകുക. ദെൻ ഇൻട്രൊഡക്ഷൻ, അതോടൊപ്പം തന്നെ തീം, പോയറ്റിക് ഡിവൈസസ്, ആപ്റ്റ് കൺക്ലൂഷൻ. ഇതൊക്കെയാണ് മനോഹരമായ ഒരു അപ്രീസിയേഷൻ നോട്ടിൽ ഉണ്ടാക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു അപ്രീസിയേഷൻ നോട്ട് ഇവിടെ മോഡലായി നൽകിയിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കുക. ആദ്യം ടൈറ്റിൽ, ദ സീഡ്ലിംഗ്, നോട്ട് ഓഫ് അപ്രീസിയേഷൻ. Then begin the appreciation note introducing the poet. The poem The Seedling by Paul Laurence Dunbar is an inspiring lyric poem that teaches us how hard work and struggles help us grow in life. The poet uses the seedling as a metaphor for a child or a person who faces difficulties but never gives up. ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കുട്ടി, അതല്ലെങ്കിൽ ഒരു വ്യക്തി, എന്നാൽ ആ പ്രയാസങ്ങൾ നേരിടുന്നു എന്ന് വിചാരിച്ച് ഒരിക്കലും ജീവിതത്തിലെ അധ്വാനം, പരിശ്രമം, never gives up, ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ഒരു മെറ്റഫർ ആയിക്കൊണ്ടാണ് സീഡ്ലിംഗ് എന്ന ഒരു വിത്തിനെ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദ മെയിൻ തീം ഓഫ് ദ പോയം ഈസ് ഗ്രോത്ത് ത്രൂ ഹാർഡ് വർക്ക്. പ്രധാന തീം എന്നുള്ളത് കഠിനാധ്വാനത്തിലൂടെ വളർച്ച, ആൻഡ് സക്സസ് ആൻഡ് ഹാപ്പിനെസ് ത്രൂ സ്ട്രഗിൾ. പോരാട്ടങ്ങളിലൂടെ വിജയം, സന്തോഷം. ഇതാണ് മെയിൻ തീം ഓഫ് ദ പോയം. The message of the poem is that if we are ready to face challenges boldly, with patience and determination, even if we are weak or small, we can achieve great things. നാം പരിശ്രമിക്കാനും ധീരമായിട്ട് വെല്ലുവിളികളെ നേരിടാനും തയ്യാറാവുകയാണെങ്കിൽ, ക്ഷമയോടെയും ഡിറ്റർമിനേഷൻ, ഉറച്ച മനക്കരുത്തോടെയും നാം ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ, നാം ദുർബലരാണെങ്കിൽ പോലും നമുക്ക് ഗ്രേറ്റ് തിങ്സ്, മഹത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ നേടാൻ സാധിക്കും. ഇതാണ് കവിത നൽകുന്ന മെസ്സേജ്. ദ ടോൺ ഓഫ് ദ പോയം ഇസ് ഹോപ്പ്ഫുൾ, എൻകറേജിങ് ആൻഡ് ജോയ്ഫുൾ. പ്രതീക്ഷ നൽകുന്ന, പ്രചോദനമേകുന്ന, ആഹ്ലാദം പകരുന്ന ഒരു ടോണാണ് കവിതക്കുള്ളത്. The seedling, responding to its inner urge, desires to do its best to grow. തൻ്റെ ഇന്നർ ഏർജ്, ആന്തരികമായ ഒരു പ്രേരണയ്ക്ക് മറുപടി ആയിക്കൊണ്ടാണ് സീഡ്ലിംഗ് വളരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ദോ ഇറ്റ് ഈസ് നോട്ട് വെരി സ്ട്രോങ്. അതിന് അധ്വാനിക്കാനുള്ള ശക്തിയൊന്നും ഇല്ലാതിരുന്നിട്ടും തൻ്റെ ഇന്നർ ഏർജിനനുസൃതമായി അത് അധ്വാന പാതയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു. It quickly pushes a leaflet up into the daylight from its dark bed. അതിൻ്റെ ഇരുണ്ട ബെഡിൽ നിന്നും, അതിൻ്റെ ഇരുണ്ട മണ്ണിനടിയിലുള്ള അവസ്ഥയിൽ നിന്നും
ആദ്യമായി ഒരു ലീഫ്ലെറ്റിനെ പുറത്തേക്ക് എത്തിക്കുന്നു. It wishes to examine its surroundings and calls the stem and other leaflets to follow. പുറത്തേക്കെത്തി അതിന്റെ ചുറ്റുപാടുകളൊക്കെ പരിശോധിച്ച് മറ്റ് ഇലകളെയും വളരാനുള്ള ആ ചെടിയായി മാറുന്ന അതിന്റെ തണ്ട് സ്റ്റെമ്മിനെയും അത് പുറത്തേക്ക് വിളിക്കുന്നു. Thus it begins its work of life hurriedly, making it sweat and pant. വളരെയധികം പ്രയാസപ്പെട്ട് വിയർത്തൊലിക്കുന്ന പോലെ അധ്വാനിച്ചും കിതച്ചുമൊക്കെ തന്റെ ജീവിത പ്രയാണത്തിന് സീഡ്ലിംഗ് തുടക്കം കുറിക്കുന്നു. The process of the seedling's growth is so quick that it even doesn't realize it has grown into a plant. അങ്ങനെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് പിന്നീടുള്ള അതിന്റെ വളർച്ച വളരെ ദ്രുതഗതിയിലായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ സീഡ്ലിംഗ് ഒരു പ്ലാന്റായി വളർന്നു എന്ന് പോലും അത് മനസ്സിലാക്കിയിരുന്നില്ല. The sunshine and shower support it, and it continued its journey of growth until it finds itself blooming with a flower. അങ്ങനെ പുറം ലോകത്തെത്തിക്കഴിഞ്ഞ് ഒരു പ്ലാന്റായി മാറിയതോടുകൂടി പ്രകൃതിയിൽ നിന്നുമുള്ള സപ്പോർട്ട് അതിന് ലഭിക്കുന്നു. സൺഷൈനായിട്ടും ഷവറായിട്ടും സൂര്യപ്രകാശവും വെള്ളവുമായിട്ട് സപ്പോർട്ടെല്ലാം സ്വീകരിച്ചുകൊണ്ട് അതതിൻ്റെ വളർച്ചാ പ്രയാണം തുടരുന്നു. അവസാനം ലക്ഷ്യമാകുന്ന വിജയമാകുന്ന ഒരു ഫ്ലവർ കാണുന്നത് വരെ ആ പ്ലാന്റ് പുഷ്പിക്കുന്നു. The poet uses many examples of personification. ഈ കവിതയിൽ ധാരാളം പേഴ്സോണിഫിക്കേഷൻ എന്ന പോയറ്റിക് ഡിവൈസിന്റെ ഉദാഹരണം കവി ഉപയോഗിച്ചിട്ടുണ്ട്. Where the seedling talks, thinks and calls its stem and leaflets like humans. മനുഷ്യനെ പോലെ സീഡ്ലിംഗ് ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, വിളിക്കുന്നു. ഇതൊക്കെ കവിതയിൽ വിശദീകരിക്കുന്നു. അതെല്ലാം പേഴ്സോണിഫിക്കേഷൻ എന്ന പോയറ്റിക് ഡിവൈസിന്റെ മനോഹരമായ ഉദാഹരണങ്ങളാകുന്നു. The poem also uses metaphor, imagery, alliteration and a consistent rhyme scheme of ABCB which gives it rhythm and beauty. കവിതയിൽ ധാരാളമായി മറ്റ് പോയറ്റിക് ഡിവൈസസും ഉപയോഗിച്ചിട്ടുണ്ട്. മെറ്റഫർ, ഇമേജറി, ആലിറ്ററേഷൻ ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ കവിതയിൽ കാണാവുന്നതാണ്. കവിതക്ക് സ്ഥിരമായിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ABCB എന്ന റൈം സ്കീമാണുള്ളത്. The poem follows a formal structure with regular 4-line stanza or quatrain. കവിതയിൽ 4 വരി സ്റ്റാൻസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ 4 വരി സ്റ്റാൻസയിലും ABCB എന്ന കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റൈം സ്കീമും നിലനിർത്തി പോരുന്നു. അതുകൊണ്ട് തന്നെ മേക്കിംഗ് ഇറ്റ് എ ട്രൂ വെൽ ഷേപ്ഡ് പോം, കവിതക്ക് മനോഹരമായ ഒരു രൂപഭംഗിയുമുണ്ട്. Through simple language and nature imagery, the poet connects the journey of seedling to the journey of every person. വളരെ ലളിതമായ ഭാഷയും അതോടൊപ്പം തന്നെ പ്രകൃതിയിൽ നിന്നുള്ള ഇമേജറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സീഡ്ലിംഗിന്റെ ജീവിതയാത്ര ഏതൊരു മനുഷ്യന്റെയും ജീവിതയാത്രയായി കമ്പയർ ചെയ്തിരിക്കുന്നു. The poem motivates us to work hard, face struggles and grow into good, strong and virtuous human being. ഈ കവിത നമുക്ക് കഠിനാധ്വാനത്തിനുള്ള പ്രചോദനമേകുന്നു. വെല്ലുവിളികളെ നേരിടാനും അതോടൊപ്പം തന്നെ നല്ല ശക്തമായ എന്നെന്നും നിലനിൽക്കുന്ന മോറൽ വാല്യൂസ്, ധാർമ്മിക ഗുണങ്ങളുള്ള മനുഷ്യരായി വളരാനുമുള്ള പ്രചോദനവും ഈ കവിത നമുക്ക് നൽകുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്ന ദ സീഡ്ലിംഗ് എന്ന കവിതയുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ആൻസേഴ്സും അതോടൊപ്പം തന്നെ എക്സാം മോഡൽ സ്റ്റാൻസ ബേസ്ഡ് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. ഈ കവിതയിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അതോടൊപ്പം കവിതയുടെ അപ്രീസിയേഷൻ നോട്ട് ഇവയെല്ലാം വിശദീകരിച്ചത് വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമുകളിൽ തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.